ഹായ് ഹലോ നമസ്കാരം. മല്ലു മല്ല കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു അയില ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ അയില ഫ്രൈ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ അയില ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോയല്ലോ. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ 8-9 അയില ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ മീനിലേക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടി നമ്മളിതിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. എല്ലാവർക്കും ഇത് അറിയാവുന്നതാണ്. അറിയാത്തവർക്കായിട്ട് ഞാൻ ഇതിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി മിക്സഡ് ജാറിലേക്ക് 6-7 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറുവപ്പലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെള്ളം തൊടാതെ നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാം. ഓക്കെ, ഇതാണ്ടോ നല്ല അരച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഈ ഒരു പരുവം മതി. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ മസാലയെല്ലാം ഞാൻ ഈ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മെയിൻ താരമായ തേങ്ങാപ്പാലാണ് 5 ടേബിൾ സ്പൂണോളം ഉണ്ട്, അത് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇതുവരെയ്ക്കും ഇങ്ങനെ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണത്. ഞാനിത് വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റിയാണ്, നല്ല സിമ്പിളുമാണ്. വ്യത്യസ്തമായ റെസിപ്പി തരുന്ന ചങ്കിന് അയച്ചു കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ മിക്സിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സെറ്റാണ്, ഇത്രയും മതി. ഇനി നമ്മുടെ മീനിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കൈ കൊണ്ട് മസാലയൊക്കെ നമ്മുടെ മീനിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഞാൻ ആദ്യം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയപ്പോൾ തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഈ ഒരു റെസിപ്പി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മുടെ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് നമുക്കിതാ അതിൽ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഏതാണ് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം അത്യാവശ്യം നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. ഏകദേശം ഒരു ഭാഗം ആയിട്ടുണ്ട്. ആ സമയത്ത് ഞാനിവിടെ കറുവപ്പല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് പതുക്കെ ഒന്ന് മറിച്ചിടാം. ഒരു ഭാഗം ആയ ശേഷമാണ് ഞാനിങ്ങനെ കറുവപ്പല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിന് ശേഷം ഒന്ന് മറിച്ചിടുന്നുണ്ട്. എല്ലാം ഇതുപോലെ തന്നെ നമുക്കൊന്ന് മറിച്ചിടാം. ഓക്കെ, ഉണ്ടോ ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് 1 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലെ ഈ ഒരു ലെവലിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? ഞാനിത് കഴിച്ച് നോക്കി എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക, വേറെ ലെവലായിരുന്നു. ഓക്കെ, ഏകദേശം 1 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാനുണ്ട്. ഞാനിവിടെ 5 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്, അത് നമുക്കിതങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അതാണ്ടോ നമ്മുടെ മീനിൻ്റെ എല്ലാ ഭാഗത്തും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്ത തേങ്ങാപ്പാൽ മീനിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാൻ ഈ മീനിനെയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണായാലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ തേങ്ങാപ്പാൽ മീനിൽ കിടന്നിട്ടൊന്ന് വറ്റി വരട്ടെ. ഓക്കെ, കണ്ടോ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ കിടന്നിട്ട് കുറച്ച് നേരം കൊണ്ട് കുറച്ച് വറ്റിയിട്ടുണ്ട്. ഈ ഒരു ലെവലാകുമ്പോൾ കണ്ടോ തേങ്ങാപ്പാൽ കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതാ വീണ്ടും നല്ലപോലെ വറ്റി സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അയില തേങ്ങാപ്പാൽ ഫ്രൈ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? നല്ല അടിപൊളി റെസിപ്പിയാണത്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റായി മാറും. നിങ്ങളുടെ മാത്രമല്ല, ഇത് കഴിക്കുന്നവരുടെയും ഫേവറേറ്റായി മാറും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടും ഈസി ആയിട്ടുള്ള റെസിപ്പികൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്